ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ മയോണൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പേര് പറയാറുണ്ട് എങ്ങനെ ചെയ്താലും തിക്കായിട്ട് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്ലെൻഡറിലോട്ട് 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറിയ പീസാക്കി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗർ. അപ്പോൾ 1 ടീസ്പൂണ് വിനീഗർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന്. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. 2 മുട്ടക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് ആദ്യം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 മുതൽ 7 വരെ എണ്ണുന്ന സമയം മാത്രം ഒന്ന് റണ്ണിങ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ റണ്ണിങ് ചെയ്യുക. കുറേ നേരം റണ്ണിങ് ചെയ്യേണ്ട. അതുപോലെ കുറേ എണ്ണ ചേർത്ത് കൊടുക്കണ്ട. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു 1 മുതൽ 7 വരെ എണ്ണുന്ന സമയം അല്ലെങ്കിൽ 10 വരെ എണ്ണാനുള്ള സമയം അത്രമാത്രം റണ്ണിങ് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ബ്ലെൻഡറിൻ്റെ മൂടിയിൽ ഒരു ഹോൾസ് ഉണ്ടെങ്കിൽ അതിലോട്ട് നേരിയ തോതിൽ ഒഴിച്ചു കൊടുത്താണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഞാനും കൂടുതൽ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഒരു ബ്ലെൻഡറിൻ്റെ മൂടിയിൽ അങ്ങനെ ഹോൾസ് ഉണ്ടാകണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരുപാട് പെർഫെക്റ്റ് ആകുന്നില്ല മയോണൈസ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. അതുപോലെ നമുക്ക് എണ്ണയും ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ കുറേശ്ശെ ചേർത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതും കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ആയിക്കോളും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് റണ്ണിങ് ചെയ്യേണ്ട. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അത് ലൂസായിട്ടേ വരുള്ളൂ. പിന്നെ അങ്ങനെ തിക്കായിട്ടില്ലെങ്കിൽ ലൂസാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ച ശേഷം ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ ഞാൻ മുമ്പ് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ഒരു മയോണൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും തിക്കായിട്ട് കിട്ടിയാലേ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്